സഹൃദയരെ, ദയവായി ഈ സ്റ്റേജിലേക്കുള്ള വെളിച്ചമണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന ക്ഷമയുടെ എല്ലാ ഭാരവാഹികൾക്കും, അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന ഷെപ്പർട്ടൺ നിവാസികളായ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ഈ നാടകത്തിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. മൂപ്പൻ ജസ്റ്റിൻ ജെയിംസ്, കിളിയമ്മ ദിവ്യ, കനി ഹെലൻ, തുമ്പി അഞ്ജു സുജിത്, വാസു നിബിൻ സെബാസ്റ്റ്യൻ, ഡിവൈഎസ്പി മൂർത്തി ഷെറിൻ ജോസഫ്, പോലീസുകാർ എബിൻ ബോസ്, ജിബിൻ, അമ്പൻ പോൾ. നാടകരചനാ സംവിധാനം മോബിൻ ജേക്കബ്. തീരാത്ത മോഹങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിലിനിടയിൽ, വെട്ടിപ്പിടിക്കുവാനുള്ള അത്യാഗ്രഹത്തിനിടയിൽ ആർക്കൊക്കെ വേദനിച്ചെന്നോ എന്തൊക്കെ നശിച്ചെന്നോ അവൻ ചിന്തിക്കുന്നില്ല. പ്രകൃതിയും അവന് തടസ്സമാണെന്ന് തോന്നിയപ്പോൾ അതിനെയും അവൻ ഉപദ്രവിച്ചു തുടങ്ങി. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഭൂമിയുടെ ഉടമകളായ തന്റെ സഹോദരന്മാരെ പോലും കണ്ടതായി അവൻ ഭാവിച്ചില്ല. സ്വാർത്ഥലാഭങ്ങൾക്കു വേണ്ടി കൊള്ളയടിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ നൊമ്പരങ്ങളുടെ ആത്മാവിഷ്കാരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചേന്നന്റെ സ്വപ്നം. എന്താ ഒരു മഴ! അമ്പാ, മഴ വരുന്നത് കണ്ടില്ലേ? പിന്നെ എന്തിനാ ഇത്ര ഉള്ളിലേക്ക് കേറിയേ? കിളിയമ്മേ, ആകെ മടുത്തിരിക്കണ്. കുറെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇത്തിരി തേങ്ങിട്ട്. അതിനിടെ ആ ഒറ്റക്കൊമ്പന്റെ ചിഹ്നം വിളിയും. മഴ തുടങ്ങിയിട്ട് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. വയർ 5-6 എണ്ണ ഇല്ലേ കിളിയമ്മേ? പോരാത്തതിന് നിറവയറുമായി എന്റെ തുമ്പിയും. അല്ലെങ്കിലും ഈ തുലാമാസം ഏതീച്ചയാ തേനെടുക്കുക? അവയ്ക്കും മടിയായി കാണും. എന്താ ചെയ്യുക? കൂരയിലെല്ലാം ഇത് തന്നെയാ ഇരിപ്പ്. ഇത്തവണ ആന കേറിയേക്കൊണ്ട് ഇട്ട പയറും വായയും മുഴുവനും നാശായി. മൂപ്പ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നെന്ന് ഇന്നലെ പട്ടണത്തിൽ പോയി വന്നപ്പോ വാറണ്ണി പറഞ്ഞ്. അല്ല ഉപ്പ, നമുക്ക് പഞ്ചായത്ത് മെമ്പറോടൊന്ന് പറഞ്ഞാലാ? സർക്കാർ ഏതാണ്ടൊക്കെ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ്. നമുക്ക് വല്ലതും കിട്ടിയാലാ? അമ്പാ, എന്താ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലെന്നുണ്ടോ? ഇല്ലെങ്കി പറ. ഇനിയുമുണ്ട് ഇവിടെ പ്രസവിക്കാത്ത കിടാത്തികള്. ഓന്റെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. ചെല്ല്, ചെന്നരക്ക്. എരന്നെരന്ന് നമ്മടെ കുടികളിലും എരന്നു തുടങ്ങിയവർ. ഊരിലെ പട്ടിണി പറഞ്ഞ് സഹായം ചോദിച്ച് ചെല്ലുമ്പോ ആദ്യം ചോദിക്കുക, അന്റെ കിടാത്തിക്ക് പ്രായം എത്രയായിന്നാ. മൂപ്പ, കുടിയിലോട്ട് കയറി ചെല്ലുമ്പോ പാത്രം നീട്ടിയിരിക്കണ എന്റെ കിടാങ്കട മോന്ത കണ്ട സഹിക്കൂല. എന്റെ പരദൈവങ്ങളെ, ഇത് ആരോട് പറയും? നിങ്ങള് കരയാതെ നമ്മള് കരഞ്ഞ ഈ കാട് മുടിയും. നമുക്ക് വേണ്ട. ആ കനി പൊരയിൽ ഇത്തിരി കഞ്ഞി ഇരിപ്പുണ്ട്. നീ വാ, ഞാൻ അതെടുത്തു തരാം. മൂപ്പ, ആരോ വരുന്നുണ്ട്. അമ്പാ, പേടിക്കണ്ട, ഞാനാ വാസു. എന്താ വാസു ഇത്? ഇത്തിരി മരുന്നാ. തുമ്പിക്ക് കൊടുക്കാൻ കറുമ്പൻ തന്നുവിട്ടതാ. 9-ാം മാസം ഇത് നല്ലതാണെന്നാ ഡോക്ടർ പറഞ്ഞത്. കറുമ്പനോ? അവന്റെ പേരിപ്പോ അങ്ങനല്ലോ. കറുമ്പൻ എന്നത് എന്റെ മകന്റെ പേരായിരുന്നു. ഏനെ സംബന്ധിച്ച് അവൻ ചത്തു. ഇപ്പോ ഉള്ളത് അവന്റെ മറ്റൊരു ജന്മ. പതുക്കെ, പോലീസ് പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. അവൻ മാവോയിസ്റ്റായത് അവന് വേണ്ടിയല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയാ. അവരൊഴുക്കിയ നമ്മുടെ ചോരയ്ക്ക് അവൻ പകരം ചോദിക്കും. വാസു, ഈ കാടിന്റെ രാജകുമാരനായിരുന്നു അവൻ. എന്റെ ശവം തെക്കോട്ടെടുക്കുമ്പോ ഇവർക്ക് അവനുണ്ടാവുമെന്ന് ഞാൻ ആശിച്ചു. ഇതൊക്കെ അവൻ വരുത്തി വെച്ചതാണോ?
ആദിവാസി വികസനം എന്ന് പറഞ്ഞ് ഈ കാടിന്റെ മക്കൾക്ക് കിട്ടേണ്ടതെല്ലാം പിടിച്ചു പറിച്ച് നമ്മുടെ മാനത്തിന് വിലയിട്ട് ഒടുവിൽ എതിർത്തവരെയൊക്കെ ചവിട്ടിക്കൊന്നു പോയപ്പോ നമ്മുടെ മക്കളുടെ ശവം അക്കാണുന്ന തേക്കിന്റെയും പൂവരശിന്റെയും ചോട്ടിൽ നമ്മൾ തന്നെയല്ലേ മൂപ്പ കുഴിച്ചിട്ടത്. വാസു, അവരെ എതിർക്കാൻ നമുക്കാവില്ല. അതിനുള്ള ശക്തി ഈ കാടിന്റെ മക്കൾക്കില്ല. വാസു, ഈ ചോര ചിന്തുന്ന വിപ്ലവങ്ങൾ നമുക്ക് വേണ്ട. നിങ്ങൾക്കുമില്ലേ സ്വപ്നങ്ങൾ? അത് ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ കരച്ചിലല്ല, ഈ കണ്ണുകളിൽ തീയാണുണ്ടാവേണ്ടത്. പ്രതികാരം ചെയ്യണം. അതാണ് കറുമ്പൻ ചെയ്യുന്നത്. ഈ കഴുത്തറുത്ത അവസാന രക്തം ഈ ഭൂമി നുറഞ്ഞു കുടിക്കുന്ന നിമിഷം വരെ ഞങ്ങൾ പോരാടും. അമ്മേ, സ്വപ്നം കാണൂ, ഒരു നല്ല പ്രഭാതം. ഈ നാടും കാടും നമ്മുടേതാകുന്ന കാലം വരട്ടെ. വാസു, നീ എന്റെ കറുമ്പനോട് പറയണം, ഈ അമ്മയ്ക്ക് ഓനെ ഒന്ന് കാണണമെന്ന്. മൂപ്പ, ഞാൻ ഇറങ്ങുന്നു. ക്യാമ്പിൽ ഇത്തിരി അരിയിരിപ്പുണ്ട്, ഞാൻ കൊടുത്തുവിടാം. അമ്പാ, ഞാൻ വാസുവിൻ്റെ കൂടെ പോയിട്ട് വരാം. കിളിയമ്മേ, വാസു പറഞ്ഞത് കേട്ടില്ലേ? സ്വപ്നം കണ്ടോളാൻ ഈ നാടും കാടും നമ്മുടേതാകുന്ന കാലം വരുമെന്ന്. എന്റെ പരദേവതകളെ, ഇതാണോ എന്റെ സ്വപ്നം? അടിയനറിയില്ല, എല്ലാം എന്റേതാകുന്ന സ്വപ്നം. ഏത് കാണണ്ട. ഇവിടെ മോൻ കറുമ്പൻ വായയുടെ കൂമ്പിനകത്തുനിന്ന് തേൻ പറിച്ചെടുത്ത് ആ കുഞ്ഞുവായി വെച്ച് കൊടുക്കുമ്പോ കറുമ്പന്റെ മുഖം നിങ്ങൾ ഓർക്കണുണ്ടോ? കാട്ടുപന്നിയെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ഭാര്യക്കുന്തവും കൂർപ്പിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയവൻ കാട്ടുമുയലിനെ കണ്ട് പേടിച്ചോടി വന്ന് എന്റെ മറയെ തൊളിച്ചത് ഈ കിളിയമ്മ ഓർക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ ഓന് ആ 2 പോലീസുകാരെ കൊല്ലാൻ കഴിഞ്ഞു? എനിക്കറിയില്ല എന്റെ കിളിയമ്മേ. എന്താ എന്താ അമ്പാ പറ്റിയേ? എന്താ നിന്ന് കരയാണ്ട കാര്യം പറയണ്ട അപ്പാ. പോലീസുകാർ വെടിവെച്ചു കൊന്നു. എന്റെ പരദൈവങ്ങളെ, ഈ കണ്ടുകൊണ്ടേ കണ്ടുപ്പ. വാസുനെ പോലീസുകാർ പിടിച്ച് നന്നായി തല്ലിട്ടുണ്ട്. കാടിറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, നമ്മളെന്ത് തെറ്റാ ചെയ്ത്? കരയാതമ്പ. അതാണിപ്പോൾ ലോകം. തെറ്റ് ചെയ്തവർ അത് ചെയ്യാത്തവരെ ശിക്ഷിക്കുന്ന കാലം. സർ, ഇതാണ് മൂപ്പൻ. കറുമ്പൻ ഇദ്ദേഹത്തിന്റെ മകനാ. മോനെ വാസു, കറുമ്പൻ. അമ്മേ, ഇത് അസ്തമയമല്ല. ആണെങ്കിൽ തന്നെ അത് ഇന്നിന്റെ മാത്രമായിരിക്കും. കത്തുന്ന ശോഭയോടെ 1000 കിരണങ്ങൾ ചാർത്തി സൂര്യൻ വീണ്ടും ഉദിക്കും. മൂപ്പ, ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് നിങ്ങളോട് ഒരു വൈരാഗ്യമില്ല. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. 2 പോലീസുകാരെ ബോംബെറിഞ്ഞു കൊന്നവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡിവൈഎസ്പി മൂർത്തിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. ഉത്തരവാദിത്തം അല്ലേ സാറേ? സാറിപ്പോൾ പറഞ്ഞില്ലേ ഉത്തരവാദിത്തം. ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആരുത്തരം പറയും? ആദിവാസി കോളനിയിലെ പട്ടിണിയെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഉദ്യോഗസ്ഥന് തോന്നിയ ആർത്തിയുടെ ഫലം അത് പുറത്തറിയിച്ച കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കൂട്ടത്തെ സാറിന്റെ റേഞ്ചിൽപ്പെട്ട ഓഫീസർ അവന്റെ ഉത്തരവാദിത്വം ചെയ്തു. ഇവളോടുള്ള ഉത്തരവാദിത്വം സാറ് പത്രത്തിൽ വായിച്ചിട്ടില്ലേ? പ്രസവത്തോട് ആദിവാസി ഊരുകളിൽ കുട്ടികൾ മരിക്കുന്നെന്ന്. മരിച്ചതല്ല സാറേ, കൊന്നതാ. സാർ ഉൾപ്പെടുന്ന ഇവിടുത്തെ ഭരണവർഗം. ഏമാനെ, ചെറുപ്പം മുതലേ കറുമ്പനുള്ളതാ ഇവിടെന്നും പറഞ്ഞു വളർത്തിയതാ. ഈ അപ്പന്റെ മോള് ഊമയായി ഇവളെ മോഹിച്ചു നടന്ന അവന് അത് താങ്ങാനായില്ല. മോൻ അവൻ പോയി. ഈ വാസുവിനെ ഇവനെ എങ്കിലും വെറുതെ വിടണം, വെറുതെ വിടണം സാറേ. അമ്മേ,
ഈ വർഗത്തിന്റെ കാലു പിടിക്കരുത്. ഇവന്റെയൊക്കെ തത്വസംഹിതകളെ കത്തിച്ചു കളഞ്ഞ് നമ്മുടെ നല്ല നാളെയുടെ കാലം വരും. മൂപ്പ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളോട് നമ്മുടെ സമൂഹം ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അർഹിക്കുന്നില്ലെങ്കിലും പൊറുക്കണം. നിങ്ങൾ നല്ലവനാണ്. അല്ലെങ്കിൽ കുറ്റവാളിയായ സ്വന്തം മകനെ പറ്റിയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അവൻ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അപ്പോ നിങ്ങളാണല്ലേ സ്വന്തം മകനെ കുരുതിക്ക് കൊടുത്തത്? എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്റെ മോനെ. കിളിയമ്മേ, ചേന്നനൊരു സ്വപ്നമുണ്ട്. അത് നമ്മുടെ മോനെക്കുറിച്ച് മാത്രമല്ല, ഈ കാടും ഇതിലെ ഓരോ ഇഴജന്തുക്കളെക്കുറിച്ചുമുള്ള സ്വപ്നമാണ്. ഈ കാടാണ് നമ്മുടെ ഊര്. ഇവിടെ ചോരയുടെ മണം വേണ്ട, മണ്ണിൻ്റെ മണം മതി. നമുക്കിത് പകക്കണ്ട. മണ്ണ് പകത്താൽ മനസ്സ് പകത്തു പോവും. അത് വേണ്ട കിളിയമ്മേ. നമ്മുടെ കറുമ്പന്റെ ചോര ഈ മണ്ണിൽ വീട് അവസാനത്തെ കരയാവട്ടെ. ഈ ആർത്ത് പെയ്യുന്ന മഴയിൽ കരയൊലിച്ചു വയ്ക്കൊള്ളു. മണ്ണ് പകുക്കാതിരിക്കട്ടെ, മനസ്സ് പകുക്കാതിരിക്കട്ടെ, ചോര ചിന്തുന്ന വിപ്ലവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. തേൻ നുകരുന്ന നല്ല കറുമ്പന്മാർ ഭൂമിയിൽ ഇനിയും ഉണ്ടാകട്ടെ.